എന്റെ മറുപടി കണ്ടിട്ട് ഇത്രയും അധികം ആൾക്കാർ പ്രതികരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് പ്രതികരിച്ചില്ല, എനിക്ക് വിഷമമൊന്നുമില്ല, ദണ്ണമില്ല. ഐ എം സോ ഹാപ്പി. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ആ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. അത് അങ്ങനെ തന്നെ തുടരുന്നു. ഞാൻ ഈ പറയുന്ന പോലെ എന്റെ കഴിവ് അല്ലെങ്കിൽ എന്റെ കഴിവുകേട് നിങ്ങൾക്ക് തള്ളാം, കൊള്ളാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതൊന്നും കണ്ടിട്ടല്ല. ഞാൻ എന്റെ ജോബ് പരിപൂർണമായ ഡെഡിക്കേഷനോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി വളരെ നീറ്റായിട്ട് ചെയ്യുന്നു എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അത്യാവശ്യം സബ്ജക്റ്റുകൾ അവിടെ ഇവിടെ നിന്നും കണ്ടവരുടെ വായി നോക്കി അവർ പറയുന്ന മറ്റേ പരദൂഷണങ്ങൾ പറയാതെ അവരെ കുറിച്ച് പഠിച്ചിട്ടാണ് ഞാൻ ഇതിന് ചെയ്യുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നെ ഞാൻ കൊടുത്താനല്ല ഈ ചാനൽ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. ഇതിന് മറുപടി കൊടുക്കണം, കുറച്ചു പേർക്ക് മറുപടി കൊടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി. വേറൊന്നുമല്ല, ലൈഫ് ഓഫ് അനന്തു സത്യത്തിൽ അവന് ഒരടി നേരത്തെ സിജോടിക്കെന്ന് കിട്ടേണ്ടതാ. ബിഗ് ബോസ് താരം സിജോ ആ മനുഷ്യനെ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് അയാളൊരു റിയാക്ഷൻ വീഡിയോ സിജോ ഇരുന്ന് ചെയ്തിരുന്നു. പക്ഷെ അവസാനം അത് വളരെ ക്രൂഷ്യലായിട്ട് പോകും തോന്നിയോണ്ടാവാം, എന്തായാലും അത് രമ്യതയിൽ അവസാനിച്ചു. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നു. സിജോയുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ബിഗ് ബോസ് താരം സിജോ അതൊരു കളിച്ചേടായിട്ടുള്ള വളരെ നോബിൾ ആയിട്ടുള്ള ഹാർട്ടിലുള്ള ഒരു മനുഷ്യനാണ് സിജോ. ഹീസ് മൈ ഫ്രണ്ട് ടു. അപ്പോൾ എനിക്കറിയാം. അപ്പൊ ഞാൻ അന്നോട്ടാണ് ഞാൻ ഈ ലൈഫ് ഓഫ് അനന്തിനെ ശ്രദ്ധിക്കുന്നത്. ആക്ച്വലി ഇവന്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മൂളയും ബുദ്ധിയൊക്കെ ഉണ്ടെന്നാണ് ആദ്യം കരുതുന്നത്. പിന്നെ പല റിയാക്ഷൻ വീഡിയോ എടുത്ത് കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ എച്ചില് കളയത്തില്ല, ഉച്ചിഷ്ടം കളയുമ്പോൾ അത് നക്കി തിന്നുന്ന കുറച്ച് മൃഗങ്ങളുണ്ടല്ലോ. ആ മൃഗങ്ങളെക്കാളും കഷ്ടമാണ് ഇവന്റെ സ്വഭാവം. വേറൊന്നുമല്ല, നമ്മൾ ചവച്ചു തുപ്പുന്ന കണ്ടന്റുകൾ അത് താഴെ നമ്മുടെ വായുടെ താഴെ വന്നിട്ട് പിടിച്ചെടുത്ത് അതിനെയും കണ്ടന്റാക്കാനുള്ള ഗതികെട്ട അവസ്ഥയിലാണ് അനന്തു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അനന്തു. സോ സീരിയസ്ലി. അപ്പോ നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മറ്റു ചാനലിൽ ചെയ്ത വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് പിന്നെ രേണു സുധിയെ ഇപ്പോഴത്തെ ഞാൻ അതിന് മൈൽ സ്റ്റോണിൽ ചെയ്ത് ഞാൻ ഫോക്കസ് ന്യൂസിൽ ചെയ്തൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് നല്ല വെട്ടി മിനുക്കിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വാലും തലയില്ലാത്ത പല കാര്യങ്ങളുമാണ് അയാൾ ഇരുന്ന് കേൾപ്പിക്കുന്നത്. ഇങ്ങനെ കേൾപ്പിച്ചതിന് പലരും ഇയാളുടെ ചാനൽ സ്ട്രൈക്ക് കൊടുക്കുകയും ഇയാൾക്കെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൂസലില്ല, തൊലിക്കട്ടി അപാരമാണല്ലോ. കാരണം മറ്റുള്ളവരുടെ എച്ചിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കാശ് മേടിച്ച് ജീവിക്കുന്നവന് എന്ത് നാണം? അതിൽ ആ നാണമൊന്നും ഉണ്ടാക്കാനല്ല ഞാനിത് ചെയ്തത്. പക്ഷെ ഇവർ പറയുന്നത് ഒരു ന്യായം ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് ഈ ആൾക്കാർ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെയാണ് പറഞ്ഞതുകൊണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഞങ്ങൾ സെറ്റ് ചെയ്തതാണ്, ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്, അത് ഭയങ്കരമായിട്ട് വൈറലാവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഇവർ തന്നെ ഒരു വീഡിയോ കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനെ തുറന്നുകൊണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതെടുത്ത് റിയാക്ട് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പിന്നെ വന്നിട്ട് അവർ ചെയ്യുന്നതാണ് തെറ്റ്, ഞങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് അതിനിപ്പോൾ എന്ത് വലിയ കുഴപ്പം, ആൾക്കാരത് റിയാക്ട് ചെയ്ത് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അങ്ങനെ പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ഏതോ ഒരു ഭയങ്കരമായിട്ട് തഗ്ഗൊക്കെ അടിക്കുന്നതാണൊക്കെ വന്നിരുന്നു പറയുന്നത്. പക്ഷേ എവരുടെ ഭാഗത്താണ് തെറ്റെന്ന് ഇവർക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇപ്പോൾ ഇവർ ഇങ്ങനത്തോളം തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ആൾക്കാരുണ്ടെങ്കിൽ അത് ഇതേ കണക്കത്തുള്ള റിയാക്ട് ചെയ്യുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക. ഇപ്പോൾ ഇതും ഇവരുണ്ടെങ്കിൽ ഒരു പബ്ലിസിറ്റി ഉള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണെന്നുള്ളൊരു പ്ലാൻ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇപ്പോൾ ഇതിൽ പോലും ബാക്കിയുള്ളവരെ കുറ്റം പറയുകയാണ്, അതല്ലാതെ അവർ ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കലും സമ്മതിക്കുന്ന ഒന്നുമില്ല. ഇപ്പോൾ മിക്ക ആൾക്കാർ സോഷ്യൽ മീഡിയ ഉള്ളവർ ഇതേ കണക്കാണ്, തങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അതിനൊന്നും ഒരു കുഴപ്പമില്ല, ബാക്കിയുള്ളവർ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാലേ ഉള്ളൂ പ്രശ്നമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇതേ കണക്ക് വരുന്നുണ്ട്. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.